ഈ LDF ഭരണകാലത്ത് കോൺഗ്രസ് നാട് നടന്ന് തൊണ്ട പൊട്ടി പ്രസംഗിച്ചൊരു കാര്യമുണ്ട്. വെള്ളാപ്പള്ളി നടേശന്റെ വിഷയം. ഇതിപ്പോ സോഷ്യൽ മീഡിയ മുഴുവൻ കാണുന്നത് എന്താണെന്നറിയോ? തുഷാർ വെള്ളാപ്പള്ളി നമ്മുടെ മേനോ മുഖ്യമന്ത്രിയുടെ അടുത്ത് ചെന്നിട്ട് അഭിനന്ദനം നൽകുന്നു. അതുപോലെ നമ്മുടെ മിനിസ്റ്റർ ബിന്ദു കൃഷ്ണ വെള്ളാപ്പള്ളിയുടെ അടുത്ത് പോയിട്ട് കുനിഞ്ഞു നിന്ന് ആശീർവാദമാണ്. അപ്പൊ എനിക്ക് തോന്നിയൊരു സംശയം എന്താണെന്നറിയോ? തെരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞാൽ ഈ വർഗീയന്മാരൊക്കെ പുണ്യാളന്മാരാകുന്ന ഓപ്ഷൻ വല്ലതും ഉണ്ടോ? അപ്പൊ ഇത് ജനങ്ങള് എന്തായാലും മനസ്സിലാക്കേണ്ടതെന്നൊന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. അപ്പൊ ഇതിന്റെ കൂടെ വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മുടെ മേനോ മുഖ്യമന്ത്രി മുമ്പ് നമ്മുടെ സവർക്കർ അണ്ണന്റെ മുന്നിൽ കുനിഞ്ഞു നിന്ന് ദീപം തെളിച്ചൊരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ ഇതും കൂടെ അതിന്റെ കൂടെ കൂട്ടി വായിച്ചു കഴിഞ്ഞാല് BJP UDF അന്തർധാര എത്രത്തോളം സജീവമായിരുന്നു എന്ന് മനസ്സിലാവും. ഏകദേശം നാട്ടിലുള്ള മൂരികൾക്കൊക്കെ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അവരുടെ ചില പോസ്റ്റുകളൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ള ജനങ്ങൾക്ക് കൂടി കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ ഈ നുണ കൊണ്ടുണ്ടാക്കിയ ഒരു കൊട്ടാരുണ്ടല്ലോ, അതങ്ങോട്ട് പൊട്ടി തരിപ്പണായി താഴെ. ഇപ്പൊ നടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതിപ്പോ കഴിഞ്ഞ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഒഴിയാന്ന് വിചാരിക്കാം. പക്ഷെ ഒരു 4-5 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് പറയും? അതാണ് എൻ്റെ ഒരു സംശയം. ഒരു 4-5 മാസം കഴിയുന്നവരെ ഇങ്ങനെ എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുപോകും. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാം? എന്തായാലും നമുക്ക് നോക്കാം. എവിടെയും പോകില്ലല്ലോ, ഇവിടെ തന്നെ കാണുമല്ലോ. അപ്പൊ ശരി, ബൈ ബൈ.